മന്ത്രി ഗണേഷ് കുമാറിൻ്റെ പരസ്ത്രീ ബന്ധവും മന്ത്രി ഗണേഷ് കുമാറിൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളുമാണ് ഇന്നലത്തെ നമ്മുടെ ചർച്ച. ഇന്നലെ നമ്മൾ ചാനലുകളൊക്കെ നോക്കിയാൽ കേരളത്തിലെ ചാനലുകൾ ഭയങ്കര ചർച്ച. എന്താണ് ഗണേഷ് കുമാറിൻ്റെ പരസ്ത്രീ ബന്ധം, ഗണേഷ് കുമാറിനെ കാണാത്ത സ്ഥലങ്ങളിൽ വെച്ച് കണ്ടു, ഗണേഷ് കുമാർ അങ്ങനെയാണ്, ഗണേഷ് കുമാർ ഇങ്ങനെയാണ്, ഇത് എന്താണ് ഇവിടെ നടക്കുന്നത്, ഇങ്ങനെയാണോ മന്ത്രി ബിഹേവ് ചെയ്യേണ്ടത്? ഇത് എന്താണ് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. കേരളത്തിലെ മാധ്യമങ്ങളാണോ തീരുമാനിക്കുന്നത് ഒരാളുടെ പരസ്ത്രീ ബന്ധം? ഗണേഷ് കുമാർ എന്നൊരു മന്ത്രിയാണ്, പക്ഷേ മന്ത്രിയാണെങ്കിൽ കൂടി അദ്ദേഹം ഒരു മനുഷ്യനല്ലേ. സാധാരണ മനുഷ്യനുള്ള എല്ലാ വിചാരങ്ങളും ഉണ്ട് അദ്ദേഹത്തിന്. ഒരു മനുഷ്യൻ ഒരു ആണൊരു പെണ്ണിനെ ഇപ്പോൾ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു പെണ്ണ് ആണിനെ സ്നേഹിക്കുന്നു, ഇതുണ്ട് മന്ത്രിമാർക്ക് സ്നേഹിക്കാൻ പാടില്ല, അല്ലെങ്കിൽ MLA-മാർക്ക് സ്നേഹിക്കാൻ പാടില്ല. അത് എന്താണ്? ഇതൊക്കെ രാഷ്ട്രീയമായി വരുന്നതുകൊണ്ടാണ് ഇത്രയും ചർച്ചകൾ വരുന്നത്. ഇല്ലെങ്കിൽ ഇതൊക്കെ നോർമൽ കാര്യങ്ങൾ മാത്രമാണ്. ഒരാൾക്ക് മറ്റൊരാളുടെ പ്രേമം തോന്നാം, ചിലപ്പോൾ അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ അവർ ഒരുമിച്ചിരുന്നിരിക്കാം. അത് ആണായാലും പെണ്ണായാലും. ഗണേഷ് കുമാറിനെ എല്ലാവരും ഇപ്പോൾ കുരിശ് തറയ്ക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ വ്യക്തമായൊരു അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിൽ, ഗണേഷ് കുമാറിൻ്റെ ഭാര്യ വന്ന് പബ്ലിക്കായിട്ട് പറയുകയാണ്. അതിനിടെ അവർക്ക് എന്തെല്ലാം ഓപ്ഷനുണ്ട്. സ്വന്തം ഭർത്താവിനെ നാറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അവർക്കതിനെ അങ്ങനെ അപ്പം അത്രമാത്രം വൈരാഗ്യ ബുദ്ധിയോടാണ് അവരോട് പുള്ളിയുടെ കൂടെ ഇത്രയാളും ജീവിച്ചതെന്നുള്ള വേണം കാണാൻ. പുള്ളിക്കാരത്തെ ഞാൻ എതിർക്കുമല്ല. പുള്ളിക്കാരത്തേക്ക് അതിൻ്റെ ഒരു വശമുണ്ട്. അതായത് ഞാൻ അനുഭവിക്കുന്നു, ഇത്ര പ്രശ്നങ്ങളുണ്ട്, എൻ്റെ ഭർത്താവ് വേറെ ഒരു പെണ്ണോട് പോകുന്നു, ഞാൻ കാണാത്ത ഭാഗത്ത് കണ്ടു, ഇതൊക്കെ പറയുമ്പോൾ അവർക്ക് വേണമെങ്കിൽ കുടുംബ കോടതിയിൽ പോവാം, എനിക്കിനി ഈ ബന്ധം വേണ്ട എന്ന് പറയാം. അതൊക്കെ പേഴ്സണൽ കാര്യമാണ്. നാട്ടുകാരെ നമ്മൾ എന്തിനാണ് ഇതൊക്കെ അറിയേണ്ട ആവശ്യം? ഗണേഷ് കുമാർ ഒരു MLA ജയിച്ചു, ഒരു മന്ത്രിയായി. അദ്ദേഹം ജനങ്ങൾക്ക് എന്ത് കാര്യം നല്ലത് ചെയ്യുന്നു, നാട് എന്ത് നല്ലത് ചെയ്യുന്നു മാത്രം നോക്കിയാൽ പോരെ. അല്ലാതെ അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ എന്ത് നടക്കുന്നു, അദ്ദേഹം ഫാമിലിക്ക് വേണ്ടി ചെയ്ത് ശരി, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ എടുത്ത് വെച്ച് ഇതൊന്നും ഒരു വിഷയമല്ല. അദ്ദേഹം എന്തെങ്കിലും അഴിമതി കാണിച്ചിട്ടുണ്ടോ, അദ്ദേഹം കാരണം സർക്കാരിന് നഷ്ടം ഉണ്ടായിട്ടുണ്ടോ, അദ്ദേഹം കാരണം എന്തെങ്കിലും വേറെ പ്രശ്നങ്ങൾ ഈ സംസ്ഥാനത്തിന് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടോ, ഇതല്ലേ നോക്കേണ്ട ആവശ്യമുള്ളൂ. അദ്ദേഹത്തിന് പ്രേമം ഉണ്ടാവാം, ചിലപ്പോൾ പ്രേമം ഉണ്ടാവാതിരിക്കാം. ഇത് പിന്നെ ഈ പലരും പറയാറുണ്ട്, നമ്മുടെ സണ്ണി ലിയോൺ പണ്ട് പറഞ്ഞ പോലെ, നിങ്ങളുടെ ഭർത്താവ് മറ്റൊരു പെണ്ണിൻ്റെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെയും കൂടെ തെറ്റാണെന്നുള്ള സണ്ണി ലിയോൺ പണ്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ പഴയ ഇൻ്റർവ്യൂ നോക്കിയാലും അത് കാണാൻ പറ്റും. അവർ പറഞ്ഞൊരു കാര്യമാണ്. എന്നുവെച്ചാൽ സ്വന്തം വീട്ടിൽ പലർക്കും ഇപ്പം നമുക്കറിയാം, പല ആൾക്കാരും കല്യാണം കഴിച്ചു, അവരുടെ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു റിലേഷൻ പിന്നീട് അവർക്ക് ഉണ്ടാവുന്നില്ല. ഇപ്പോൾ ആണായാലും പെണ്ണായാലും രണ്ടുപേർക്കും ഒരു പ്രായം കഴിഞ്ഞാലും പ്രായം കഴിഞ്ഞില്ലെങ്കിൽ അവരവരുടെ മനുഷ്യനാണ്. ആ ഒരു ഏജിൽ അവർക്കുണ്ടാകുന്ന വിചാരങ്ങളുണ്ടാവും. ചിലർക്ക് അത് ഫിസിക്കൽ റിലേഷൻ ആയിരിക്കും അവർക്ക് വേണ്ടത്, ചിലർക്ക് ഒരു ചായ കുടിക്കുന്നതായിരിക്കും, ചിലർക്ക് സംസാരിക്കുന്നതായിരിക്കും, ചിലർക്ക് ഒരുമിച്ചിരിക്കുന്നതായിരിക്കും, ചിലർക്ക് ഫോണിൽ കൂടെ സംസാരിക്കുന്നതായിരിക്കും. ഇതൊക്കെ എല്ലാം പ്രേമമാണ്. അല്ലാതെ ഫിസിക്കൽ റിലേഷൻ മാത്രം ആൾക്കാരെടുത്തുകൊണ്ട് വന്നൊരു വലിയ വിഷയമാക്കുകയാണ്. എത്രയോ സ്നേഹബന്ധങ്ങളുണ്ട് പരസ്പരം, എത്രയോ ദൂരങ്ങളിലിരുന്ന് സംസാരിക്കുകയും. ഇന്ന് ഫ്രണ്ട്ഷിപ്പ്, ലോകം അതിർത്തികൾ വിട്ടാണ് ഇന്ന് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം പരസ്പരം ചാറ്റ് ചെയ്യുന്നത്, സംസാരിക്കുന്നത്, നേരിട്ട് കാണുന്നത്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമാക്കി വരുന്നതാണ് ഈ പ്രശ്നം. ഇപ്പോൾ ഈ ഇലക്ഷൻ വന്ന് നിൽക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും അവിടെ ഗണേഷ് കുമാറിനെ തോൽപ്പിക്കാൻ വേണ്ടി ഉള്ള ഒരു ചിലപ്പോൾ കളിയായിരിക്കും, എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ അത് സ്വന്തം കുടുംബത്തിൽ നിന്ന് ഈ സംഭവം ചെയ്യുന്നത് ഈ പല്ലുകുത്ത് നാറ്റിക്കുക എന്ന് പറയുന്നതാണ്. ഈയിടെ ഗണേഷ് കുമാറിൻ്റെ പെങ്ങളും ഇതുപോലെ കുറേ പ്രശ്നമൊക്കെ ആയിട്ട് വന്നിരുന്നു. അപ്പം അത് പിന്നെ മുഖ്യമന്ത്രിയുടെ മകളെ ഇതിലേക്ക് വലിച്ചിടുന്നു പലരും. മുഖ്യമന്ത്രിയുടെ മകളാണ് പോലീസുകാരിയെ ആവേണ്ടാണ് എന്താണ് കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ച ചെയ്യുന്ന ഒരാൾ പറയേണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ മകളോട് കംപ്ലയിൻറ്റ് ചെയ്തു. ഇതൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യാം, ഗാർഹിക വേണമെന്ന് കേസെടുക്കാം, ഇല്ലെങ്കിൽ കോടതി പോകാം. ഇവരൊക്കെ ഇത്രയും ഉന്നതിയിരിക്കുന്ന ആൾക്കാരല്ലേ? ഇവർക്കൊക്കെ ഈ സാധാരണ ജനങ്ങളെ പോലെ വന്നതിന് കരയേണ്ട ആവശ്യമുണ്ടോ? ഇത്രയും ടോപ്പിലിരിക്കുന്ന ആൾക്കാർക്ക് ഇവർക്ക് ഒരു കോടതി ഇപ്പോൾ അല്ലെങ്കിൽ എനിക്കിനി ബന്ധം വേണ്ട. ഇപ്പോൾ ഇതൊരു ക്രിമിനൽ കുറ്റമൊന്നുമല്ലോ. ഒരാൾ വേറൊരാളോട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു, അല്ലെങ്കിൽ അവരോട് സംസാരിക്കുന്ന കണ്ടു, അത് അവരുടെ പേഴ്സണൽ കാര്യം. ഇപ്പോൾ ഭാര്യ ഉണ്ടെന്ന് വെച്ചിട്ട് ആർക്കും പോകാതിരിക്കാൻ, അല്ല ഭർത്താവുണ്ടെന്ന് ഭാര്യയ്ക്ക് പോകാതിരിക്കണം. അല്ല, അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന സംഭവമാണ്. ഇവർ തമ്മിലുള്ള റിലേഷൻ്റെ പ്രശ്നമാണല്ലോ പുറത്തേക്ക് പോകേണ്ടി വരിക. ഈ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയ്ക്ക് നല്ല റിലേഷൻ ഉണ്ടെങ്കിൽ പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ രണ്ടുപേരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. ഇതിപ്പോൾ ആണുങ്ങളായതുകൊണ്ട് പെണ്ണുങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറേ ആൾക്കാരും, ഇനി പെണ്ണുങ്ങൾക്കാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആണുങ്ങളും, രണ്ടും ഉണ്ട്. ഞാൻ പറഞ്ഞ ഈ പ്രേമത്തെയും ഈ റിലേഷനെയൊക്കെ നോർമലൈസായിട്ട് കാണുക, എന്നിട്ട് അതിൻ്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മളിപ്പോൾ സ്ഥിരം കാണുന്നതാണ്, ഭർത്താവിനെതിരെ ഭാര്യ പരാതി കൊടുക്കുന്നു, ഭാര്യയ്ക്കെതിരെ ഭർത്താവ് പരാതി കൊടുക്കുന്നു. ഈ സംഭവങ്ങൾ ഇപ്പോൾ ഗണേഷ് കുമാറിനെ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കരിവാരത്തേക്കാളുള്ള പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ കളിക്കുന്നുണ്ടാവാം. അദ്ദേഹം നല്ലൊരു മന്ത്രിയാണ്,
പറയുവാണെങ്കിൽ അദ്ദേഹം നല്ല മന്ത്രി, അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാൻ പറ്റിയ രീതിയിൽ അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ അത് ഏത് പാർട്ടിയിലിരുന്നാലും അദ്ദേഹം അത് ചെയ്യും. പക്ഷേ ഇപ്പം ഇത് സ്വന്തം പല്ല് കുത്തി മാറ്റിക്കുന്ന പരിപാടി തന്നെയാണ്. അത് അവരുടെ വീട്ടിൽ തീർക്കേണ്ട കാര്യം, കുടുംബ പ്രശ്നം അതെടുത്ത് വീണ്ടും നാട്ടിലേക്ക് കൊണ്ടുവന്നു നാട്ടുകാരടക്കി അത് അഴിവാക്കി. ഈ നാട്ടുകാർക്ക് ഇതൊന്നും അറിയണ്ട. നമ്മൾ ജനങ്ങൾ നോക്കുന്നത് ഗണേഷ് കുമാർ എന്ന മന്ത്രി ഇരുന്ന് ഈ നാടിന് എന്ത് ചെയ്തു, ഈ നാട്ടുകാർക്ക് എന്ത് ചെയ്തു, എന്ത് ഡെവലപ്മെൻറ്റാണ് അദ്ദേഹം കൊണ്ടുവന്നത്, എന്തൊക്കെയാണ് KSRTC ചെയ്തേക്കുന്നത്, ഇതുകൊണ്ട് ഫ്യൂച്ചറിൽ എന്ത് പ്രയോജനം, ഫ്യൂച്ചറിൽ കണ്ടിന്യൂ ആകുമ്പോൾ ഇനി വരാൻ പോകുന്ന സർക്കാർ അല്ലെങ്കിൽ ഇനി ഇവർ തന്നെ വരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇതൊക്കെയാണ് വേണ്ടത്. അല്ലാതെ ഒരു എന്താ പറയുക വീട്ടിലെ കാര്യം നാട്ടിലെ കാര്യം ഇതൊന്നുമല്ല. എനിക്ക് പറയാനുള്ളത്, ഈ രാഷ്ട്രീയക്കാർ ചെയ്യുന്ന അവർക്ക് ഈ ഇലക്ഷൻ വരുമ്പോൾ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊന്നും സംസാരിക്കണം, പകരം സ്ത്രീ വിഷയം മറ്റേത് ഇതൊക്കെയാണ്. ഇതിനാണ് മാർക്കറ്റ്. അത് ചാനലിനൊരു അജണ്ട സെറ്റ് ചെയ്ത് അങ്ങനെ അങ്ങ് പോവാണ്. അപ്പോൾ ആൾക്കാർ ജനങ്ങൾ സാധാരണക്കാർ മനസ്സിലാക്കാം ഇതൊക്കെ നമ്മുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ചടങ്ങ് മാത്രമാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ച ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വീണ്ടും ജയിപ്പിക്കുക. അതല്ല നിങ്ങൾ നാടിനത് കൊള്ളാത്തയാണെങ്കിൽ നിങ്ങൾ തോൽപ്പിക്കുക, അടുത്ത കൊള്ളാവുന്ന ഒരാളെ ജയിപ്പിക്കുക. അല്ല ചുമ്മാതെ ഒരു വ്യക്തിപരമായ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് പബ്ലിക്കാക്കി വെച്ച് നാട്ടുകാരുടെ മുന്നിൽ അത് ഒരാളെ തേജോധം ചെയ്യുന്നതിൽ എനിക്ക് അഭിപ്രായമില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ വ്യക്തമായ തെളിവുകളോടി ആ വ്യക്തിക്ക് ആർക്കാണോ അതിൻ്റെ പ്രശ്നമുള്ള അവർക്ക് കോടതിയിൽ പോവാം. എന്തെല്ലാം ഓപ്ഷൻ ഉണ്ട്. പോലീസ് സ്റ്റേഷനിൽ പോയി എടുത്തില്ലയോ, SP ഓഫീസിൽ പോയി കൊടുക്കാം. SP ഓഫീസിൽ പറ്റിയില്ലയോ, കോടതിപ്പാം, കുടുംബ കോടതിപ്പാം, അല്ലെങ്കിൽ അതിൻ്റെ നഷ്ടപരിഹാരം മേടിക്കുക, അതിൻ്റെ പോവാം. ഇവർക്ക് ഇത്രയും ടോപ്പിലിരിക്കുന്ന ആൾക്കാരല്ലേ, സാധാരണ ജനങ്ങളല്ലല്ലോ. നല്ല ഹൈ ക്വാളിഫൈഡായി നല്ല ക്യാഷ് ടീമുകളല്ലേ ഇവർക്കൊക്കെ ഫെസിലിറ്റീസ് ഇല്ലേ, സ്വന്തമായിട്ട് അഡ്വക്കേറ്റുകളുണ്ടാവും, എന്തെല്ലാം ഫെസിലിറ്റി ഉണ്ടാവും. ഇത് കൊണ്ടുവന്ന് നാട്ടുകാരെ മുന്നിൽ കൊണ്ടുവന്ന് ഈ സ്വന്തം വീട്ടിലെ കാര്യം നാട്ടുകാരെ മുന്നിൽ കൊണ്ടുവന്ന് ഇത് വിഴുപ്പലക്കി ഞാനെന്തോ വലിയ ആളാന്ന രീതിയിൽ ഇത് കാണിക്കാൻ വേണ്ടിയായിരിക്കും ചെയ്തേക്കുന്നത് എന്തോ. പക്ഷേ എനിക്കിതിനോട് യോജിപ്പില്ല. എന്തായാലും നിങ്ങൾ വീട്ടിലെ പ്രശ്നം നിങ്ങൾ വീട്ടിൽ തീർക്കുക, ഇല്ലെങ്കിൽ ലീഗലി പോവുക. മന്ത്രി ആയതുകൊണ്ട് അദ്ദേഹത്തിന് വികാര വിചാരങ്ങളില്ല. എല്ലാ മനുഷ്യരും തുല്യമാണ്, എല്ലാ മനുഷ്യർക്കും വികാര വിചാരങ്ങളുണ്ട്. ഒരാണിന് എത്ര ടോപ്പിലിരുന്നാലും ചിലപ്പോൾ ഒരു പ്രായം കഴിഞ്ഞാലൊന്നും തോന്നില്ലായിരിക്കും. പക്ഷെ ഒരു പ്രായമുള്ള ഇത് തമാശയ്ക്ക് പറയുമായിരുന്നില്ല, ആണുങ്ങളുടെ വികാരം എത്ര വരട്ടെ. ഈയിടെ ഒരു പള്ളിയിൽ ചോദിച്ചു മച്ചാൻ പറഞ്ഞ് മരിച്ച 5 മിനിറ്റൂടെ, മരിച്ചു കഴിഞ്ഞ് 5 മിനിറ്റൂടെ കഴിയുന്ന വരെ ഉണ്ടാവും അവൻ്റെ ഒരു വികാര വിചാരങ്ങളെന്ന് പറഞ്ഞാൽ. അതായത് എല്ലാവരെയും നമുക്ക് ഒരേപോലെ കാണാൻ പറ്റില്ല. പക്ഷേ പൊതുവെ ആണുങ്ങൾക്കും പെണ്ണുങ്ങളും കുറേ പറയുന്നില്ലെന്നേ ഉള്ളൂ, എല്ലാവരും തുല്യരാണ്. എല്ലാവരും വികാര വിചാരങ്ങളോടെ പരസ്പരം സന്തോഷ സ്നേഹത്തോടെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ അതവരെ വീട്ടിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പുറത്തെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുന്നുണ്ടാവുക. ചിലപ്പോൾ അതായിരിക്കും റിലേഷന് പോയിട്ടുണ്ടാവുക. എന്ത് സംഭവിക്കാം നമുക്കൊന്നും അറിയില്ല. പക്ഷേ എല്ലാം അവനവൻ്റെ വീട്ടിൽ നടക്കേണ്ട കാര്യങ്ങൾ, അവനവൻ്റെ വീട്ടിലുള്ള കാര്യങ്ങൾ അവനവൻ കെയർ ചെയ്ത് പോവുക. അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചിട്ട് നമ്മൾ വലിയ സംഭവമാണ് അയാൾ മോശമാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും ഈ കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക്, ഇത്രയും പബ്ലിക്കായ സ്ഥിതിക്ക് ഇതിൻ്റെ സത്യാവസ്ഥയും കൂടെ അറിയട്ടെ, ലീഗലായിട്ട് പോട്ടെ. ജനങ്ങൾക്ക് അറിയേണ്ടത് സർക്കാരും ഈ മന്ത്രിയും തമ്മിലുള്ള ബന്ധമാണ്. അല്ലാതെ കൂടെ ഗണേഷ് കുമാറിൻ്റെ ഭാര്യ ഭർത്താവ് ബന്ധമല്ല ജനങ്ങളുടെ വിഷയം. അത് ജനങ്ങളെ സംബന്ധിച്ച് യാതൊരു വിഷയമല്ല. എൻ്റെ മന്ത്രി, കേരള സർക്കാർ, കേരളത്തിലെ ജനങ്ങൾ, കേരള സർക്കാരിൻ്റെ മന്ത്രി, അദ്ദേഹം എന്തൊക്കെ ചെയ്തു അത് മാത്രം നോക്കിയാൽ മതി. അതിൻ്റെ ആവശ്യമേ നമുക്കുള്ളൂ. പേഴ്സണൽ കാര്യം നമുക്ക് അറിയേണ്ട യാതൊരു ആവശ്യമില്ല.